രാവിലെ എണീറ്റ് നടന്ന് വാമപ്പൊക്കെ കഴിഞ്ഞ് വന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ആരോഗ്യം ഒന്ന് ബൂസ്റ്റ് ചെയ്യണ്ടേ? അപ്പോൾ അതിലേക്ക് വേണ്ടി നമുക്കൊരു ഹെൽത്തി ഡ്രിങ്ക് ഉണ്ടാക്കായിരുന്നു. അതിലേക്ക് വേണ്ടി ഞാൻ ആദ്യമായിട്ട് എടുത്തിട്ടുള്ളത് 3 നെല്ലിക്കയാണ്. 3 എന്ന് പറഞ്ഞാൽ ഇത് ചെറുതായതുകൊണ്ടാണ് 3 എണ്ണം എടുത്തത്. വലുതാണെങ്കിൽ 2 എണ്ണം മതി. അത്രയേ നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ളൂ. വേറെയും കുറേ ഇൻഗ്രീഡിയൻസ് ഉണ്ട്. ഓരോന്നായിട്ട് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ആദ്യം നെല്ലിക്ക ഒന്ന് കട്ട് ചെയ്യാം. അപ്പോൾ നെല്ലിക്ക കട്ട് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. ഇത്രയേ ഉള്ളൂ, കണ്ടില്ലേ? എന്നിട്ട് ഈ ജാർ, ഞാൻ ഇതിലാണ് ജ്യൂസ് അടിക്കുന്നത് സാധാരണ. എല്ലാവരും വലിയ ജാറിലാണ് അടിക്കുന്നത്. ഇവിടെ ഇതുപോലത്തെ വലിയ ജാറിൽ അടിക്കും. പക്ഷേ നമ്മൾ ഒരു ഗ്ലാസ് ഒക്കെ ആണെങ്കിൽ ഇതിലേക്ക് ഒരാളിനുള്ളതാണെങ്കിൽ ഇതിലടിക്കുമ്പോൾ നല്ല മഷി പോലെ അരഞ്ഞ് കിട്ടും. നമുക്ക് എല്ലാ സത്തും അതിൻ്റെ സാധനങ്ങളെല്ലാം കിട്ടുകയും ചെയ്യും. അതുകൊണ്ടാണ് ഞാൻ ഈ ജാർ ഉപയോഗിക്കുന്നത്. അപ്പം ഞാൻ ഇത് നെല്ലിക്ക ഈ ജാറിലേക്ക് ഇടുകയാണ്. ഇത്തിരി കറിവേപ്പില കണ്ടോ? കറിവേപ്പില ഉണ്ടോ? ഇത് ഇത്രയും വേണമെന്നില്ല. ഇത് ഇത്രയും കറിവേപ്പില കണ്ടോ? കറിവേപ്പില ഇടുക. അത് കഴിഞ്ഞിട്ട് ഈ സാധനം എന്ന് പറഞ്ഞാൽ പുതിനയില നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. അപ്പോൾ കുറച്ച് പുതിനയില, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മതി കേട്ടോ, ഇത്രയും മതി. കുരുമുളകിൻ്റെ പൊടി, കുരുമുളക് പൊടിച്ചത്, കുരുമുളകിൻ്റെ പൊടി ഇത്രയും മതി കണ്ട. ഓരോ ഐറ്റങ്ങൾ നോക്കിക്കോണേ. ജീരകം, ചെറിയ ജീരകം, ചെറുത്, പെരുംജീരകമല്ല, ചെറിയ ജീരകം, അതും നമ്മുടെ കുരുമുളക് ഇട്ടില്ലേ അതേ അളവ് മതി. ഇത്രയും മതി. പിന്നെ ചെറിയ ഒരു കഷ്ണം ഇഞ്ചി, ഇഞ്ചി ഇത്രയും മതി കേട്ടോ, ചെറിയൊരു കഷ്ണം ഇഞ്ചി. തേന്, ഇതെന്ന് പറയുന്നത് തെക്കൻ എന്ന് പറയുന്ന തേനാണ്. നമ്മുടെ സ്വന്തം പ്രോഡക്റ്റാണ്. ആമസോണിൽ അവൈലബിൾ ആണ്, ഒറിജിനലാണ്. മനസ്സിലായത്? എപ്പോഴും തേൻ ഉപയോഗിക്കുമ്പോൾ ഒറിജിനൽ ഉപയോഗിക്കണം. ആമസോണിൽ തെക്കൻ്റെ ഒരുപാട് പ്രോഡക്റ്റുകളുണ്ട്. ഏതാണ്ട് നമുക്ക് 1 ടേബിൾ സ്പൂൺ തേനാണ് ആവശ്യമുള്ളത്. അത് കഴിഞ്ഞ് അല്പം വെള്ളം എന്ന് പറഞ്ഞാൽ നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം പിന്നീട് ചേർക്കാം. ഇതിപ്പോൾ അരയ്ക്കാനുള്ള, നമുക്ക് ഗ്രൈൻഡ് ചെയ്യാനുള്ള ആവശ്യമുള്ള കുറച്ച് വെള്ളം. റൂം ടെമ്പറേച്ചർ വാട്ടറാണ് ഏറ്റവും നല്ലത്. തണുപ്പുള്ളപ്പോൾ തണുത്ത വെള്ളവും ചൂടുള്ളപ്പോൾ ചൂടുവെള്ളവും, കുറച്ച് വെള്ളം ഒഴിക്കുക. ബാക്കിയുള്ള നമുക്ക് പിന്നീട് ഒഴിക്കാം. അപ്പോൾ നമ്മൾ ആവശ്യത്തിനുള്ള സാധനങ്ങളെല്ലാം ചേർത്ത് കഴിഞ്ഞു. എന്നിട്ട് നമ്മൾ മിക്സിയിൽ വെച്ച് ഒന്ന് അടിച്ചെടുക്കുക. അരഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ആവശ്യത്തിന് വെള്ളം ചേർക്കുക. എന്നിട്ട് ചെറിയൊരു ജസ്റ്റ് ഇതൊന്ന് കലങ്ങാൻ വേണ്ടി, ഇത് മിക്സ് ആവാൻ വേണ്ടി ചെറിയൊരു അടി. അപ്പോൾ നമ്മൾ ജ്യൂസ് റെഡിയായി കഴിഞ്ഞു. ഇനി ഒന്ന് അരിച്ചെടുത്താൽ മതി. അപ്പോൾ നമ്മൾ അടിപൊളി ജ്യൂസ് റെഡിയായി കഴിഞ്ഞു. ഗ്ലാസ്സിലേക്ക് എടുക്കുക, കുടിക്കുക. ഈ നെല്ലിക്ക ജ്യൂസിന്റെ ഗുണങ്ങളെന്ന് പറഞ്ഞാൽ ഒരുപാടുണ്ട്. നെല്ലിക്ക മാത്രമല്ല, ഇതിനകത്ത് ചേരുന്ന നെല്ലിക്ക, പിന്നെ തേന്, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, പുതിനയില, കറിവേപ്പിലയില, ജീരകം, ഇതൊക്കെ ചേരുന്നതുകൊണ്ട് ഇതിൻ്റെയൊക്കെ എല്ലാവരുടെ ഒരു കോമ്പിനേഷൻ്റെ ഗുണങ്ങൾ എന്താണെന്ന് നിങ്ങൾ ജെമിനിയിലോ പിന്നെ ഗൂഗിളിലോ ഒന്ന് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും. ദഹനത്തിന് ഏറ്റവും, നമ്മുടെ ഒരു അസുഖം വരുന്നതെന്ന് പറഞ്ഞാൽ വയറിൽ നിന്നാണ്. അപ്പോൾ വയറിന് ഏറ്റവും നല്ല ഉത്തമമായ ഒരു ഇതാണ്. പിന്നെ രക്തയോട്ടം കൂട്ടും. പിന്നെ എല്ലാം കൊണ്ടും ഇതിൻ്റെ ഒരു കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡ്രിങ്കാണ് ഇത്. സിനിമാ നടന്മാരും പണക്കാരുമാണ് ഇത് കുടിക്കുന്നത്. എന്തായാലും സാധാരണക്കാരായ നമുക്കും ഉണ്ടാക്കി കുടിക്കാം. നിങ്ങൾ ട്രൈ ചെയ്യുക. ഓക്കെ.